ഹലോ മീഡിയ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നവനീത് കൃഷ്ണ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം നവനീത് കൃഷ്ണ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളായ എളമണ്ണൂർ സ്കൂളിൽ നിന്നും +1 +2 വിദ്യാർത്ഥികൾക്ക് ഇടുന്ന ഫീൽഡ് വിസിറ്റിൻ്റെ കാഴ്ചകളുമായിട്ടാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഫീൽഡ് വിസിറ്റ് വേണ്ടി വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവർ പോയി കണ്ടു നോക്കാം. നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് തെന്മലയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ പോയി തിരുവനന്തപുരമായിരുന്നു, ഇത്തവണ തെന്മലയാണ്. തെന്മല റൂട്ടിലുള്ള ഫാക്ടറികളും മറ്റ് സ്ഥലങ്ങളും കണ്ടതിന് ശേഷമായിരിക്കും നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. ഒരാൾക്ക് വരുന്ന ചാർജ് 700 രൂപയാണ്. നമ്മൾ പോകുന്ന വണ്ടിയുടെ പേര് ഹണിബി എന്നാണ്. ഫെബ്രുവരി 7-നാണ് ഈ യാത്ര പുറപ്പെടുന്നത്. രാവിലെ 7 മണിക്ക് സ്കൂളിൽ നിന്നും വണ്ടി പുറപ്പെടും. അപ്പം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഫീൽഡ് വിസിറ്റിന് നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത് ബാൽക്കോട് പൈപ്പ് ഫാക്ടറിയിലേക്കാണ്. ഇടമണ്ണുള്ളത്. രാവിലെ 7:00 നിന്ന് സ്കൂളിൽ നിന്ന് പുറപ്പെട്ട വണ്ടി 9:30 ആയപ്പോൾ ഫാക്ടറിയിലെത്തി. പിന്നെ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥൻ പൈപ്പ് നിർമ്മാണത്തെപ്പറ്റിയും അതിൻ്റെ സാമഗ്രികളെയും പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് തന്നെ എടുത്തു തന്നു. അത് എന്തായാലും വളരെ ഉപകാരപ്രദമായി. പിന്നെ അതിനുശേഷം അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പൈപ്പ് ഫാക്ടറിയുടെ അകത്ത് നേരിട്ട് പോയി കാണുന്നത്. അപ്പം എനിക്കിതൊരു പുതിയൊരു അനുഭവം തന്നെയായിരുന്നു. ഫാക്ടറിയിൽ നിന്നും പുറപ്പെട്ട ഞങ്ങൾ നേരെ പോയൊരു ഹോട്ടലിലേക്കാണ്. അപ്പം രാവിലത്തെ ഭക്ഷണം കഴിക്കാത്ത കുറേ ആൾക്കാരൊക്കെ അവിടുന്ന് കഴിച്ചു. ഞാൻ അവിടുന്ന് കഴിച്ചില്ല, ഞാൻ രാവിലെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം അവിടെ നിന്നും പുറപ്പെട്ട് നേരെ നമ്മൾ വിളക്കുപാറ എന്ന സ്ഥലത്തെത്തി. അപ്പം അവിടെ ആണെങ്കിൽ നമ്മൾ ചുമ്മാ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കുറേ പനകൾക്ക് നടുവിലാണെങ്കിൽ ഒരു വ്യൂ പോയിൻ്റ് പോലത്തെ ഒരു സംഭവമൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ അധിക സമയം നിന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു 10 മിനിറ്റ് എന്നേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് കണ്ടു, ഫോട്ടോ എടുത്തു, നേരെ ബസ്സിൽ കയറി. അത്രേ സമയം അവിടെ നിന്നുള്ളൂ. അടുത്ത സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരൂരുള്ള ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് എന്ന ഫാക്ടറിയാണ്. അവിടുത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കാണെങ്കിൽ ആ ഫാക്ടറിക്ക് അകത്തെ വീഡിയോകളൊന്നും എടുക്കാനും പറ്റത്തില്ല, അകത്തോട്ട് ഫോൺ കയറ്റത്തുമില്ല. അപ്പം അതുകൊണ്ട് ഫോണും അകത്തോട്ട് കയറ്റിയില്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ആരെയും വീഡിയോകളൊന്നും അവിടുത്തെ എടുക്കാൻ സാധിച്ചില്ല. പിന്നെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മുടെ തെന്മല ഡാമിൻ്റെ അടുത്തുള്ള ഹോട്ടലിലേക്കാണ് പോയത് ഉച്ചഭക്ഷണം കഴിക്കാൻ. അവിടെ നിന്ന് നമ്മൾ തെന്മല എക്കോ ടൂറിസം, അതായത് തെന്മല അഡ്വഞ്ചർ പാർക്കുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ നമുക്കൊരു ടിക്കറ്റ് എടുക്കാനുള്ളൊരു താമസം മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ടിക്കറ്റ് എടുത്ത് അഡ്വഞ്ചർ പാർക്കിൻ്റെ അകത്തോട്ട് കയറുവാണ്. അപ്പോൾ അതിൻ്റെ നമ്മുടെ കാട്ടിൻ്റെ നടുക്കൂടൊരു വഴിയൊക്കെ ഉണ്ട്. ആ വഴിയും ആ അന്തരീക്ഷവും എല്ലാം ഒരു പ്രത്യേക ഒരു ഫീല് തന്നെയാണ് നമുക്ക് തരുന്നത്. പിന്നെ ഞാനാണെങ്കിൽ ഇവിടെ നേരത്തെ വന്നിട്ടുണ്ട്, പക്ഷേ അത് 8 വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ അന്ന് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ അഡ്വഞ്ചർ സോണിൽ കയറുന്നത്. ഡാമിലൊക്കെ നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ അഡ്വഞ്ചർ സോണിൽ വരുന്നത് ഇപ്പോൾ ഒരു 7-8 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പം എനിക്കാണെങ്കിൽ എന്തോ അന്നും ഇന്നും ആ എക്സൈറ്റ്മെൻറ്റ് ഒട്ടും കുറഞ്ഞിട്ടില്ല, ഇഷ്ടവും കുറഞ്ഞിട്ടില്ല. പിന്നെ അഡ്വഞ്ചർ പാർക്കിലെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഞങ്ങളുടെ കൂടെ വന്നവരെല്ലാം ചെയ്തു. പിന്നെ ഞാനും കുറച്ചൊക്കെ ചെയ്തു. പിന്നെ അവിടുത്തെ ഒരു കുളമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്തെ മീനുകളെയൊക്കെ കണ്ടു. അതൊക്കെ വളരെ നല്ല ഒരു അനുഭവം തന്നെയാണ് എനിക്ക് സമ്മാനിച്ചത്. അഡ്വഞ്ചർ പാർക്കിലെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തെന്മല ഡാമിലേക്ക് നേരെ പോയി. തൊട്ടടുത്ത് തന്നെയാണ് തെന്മല ഡാം. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്മല ഡാമിൻ്റെ അകത്തൂടെ പോകുന്നതിന് നടക്കുന്നൊരു വഴിയാണ്. ആ വഴി അടിപൊളിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ നാട്ടിൽ ചൂടായിട്ടൊക്കെ ഇനി സമയത്ത് ആ തണുത്ത അന്തരീക്ഷമുള്ള ആ മരങ്ങൾക്കൊക്കെ നടുവിലൂടെ നടക്കുന്നൊരു വഴിയും, പിന്നെ അവിടെ സൈഡിലൊക്കെ കുറേ പ്രതിമകളും ഉണ്ട്. അപ്പം ആ പ്രതിമയും ആ ഒരു അന്തരീക്ഷവും അവിടുത്തെ എല്ലാ കാര്യങ്ങളും നൈസാണ്. പിന്നെ കുറേ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ കുറേ പേരൊക്കെ ആ പ്രതിമയ്ക്കകത്ത് കയറി നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ കയറി അതേ ഹോട്ടലിൽ തന്നെ വീണ്ടും വന്ന് ഭക്ഷണം കഴിക്കാൻ കയറി. അതിനുശേഷം നമ്മളിനി വേറെ സ്ഥലങ്ങളൊന്നും കാണുന്നില്ല, നേരെ നമ്മുടെ സ്കൂളിലോട്ട് പോവാണ്.